വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ വീട്, അതായത് എൻ്റെ അച്ഛൻ്റെ തറവാട് വീടിൻ്റെ കുട്ടി വീടാണ് കേട്ടോ. വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അത്. ആ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. ഓക്കെ. ഇതിനെപ്പറ്റി കുറേ കഥകൾ എനിക്ക് പറയാനുണ്ട്. അതിനു മുന്നേ ഈ വീട് ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഈ വീടിനെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ ഒരു കുഞ്ഞ് എറയം, ഒരു കുഞ്ഞ് സെൻട്രൽ ഹാള്, ഒരു റൂം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീടിന്. പിന്നെ ഒരു കുഞ്ഞ് അടുക്കളയുമാണ് വന്നിട്ടുള്ളത്. റോഡ് സൈഡിനാണ് ഈ വീട് ഉള്ളത് കേട്ടോ. അപ്പോൾ പഞ്ചായത്തിൻ്റെ വക കിട്ടിയൊരു വീടാണ്. 10-12 വർഷമായി ഈ വീട് വെറുതെ വാർത്തിട്ടത് മാത്രമേ ഉള്ളൂ. ഒരു ജനലും വാതിലും കൂട്ടിയിട്ട് ഇവിടെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ പെങ്ങളും കൂടി താമസിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഈ വീടിന് മാറ്റം വരുത്തിച്ച് ഇവിടെ ഒരു ചുമരായിരുന്നു. ആ ചുമര് കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് അകത്തുനിന്നൊരു ബാത്റൂം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വർക്ക് ഏരിയ നമ്മൾ കൂട്ടിയെടുത്തതാണ് കേട്ടോ. വേറെ അടുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ അടുപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിയെടുത്തത്. അങ്ങനെ അടുപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ അത്യാവശ്യം ചുമരും കാര്യങ്ങളും തട്ടൊക്കെ വാർത്തിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് പഴയ ബാത്റൂം കേട്ടോ. ഈ ബാത്റൂം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് സ്റ്റോർ റൂം ആക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഷീറ്റ് ഇട്ടത് മുന്നേ ഇട്ടതായിരുന്നു കേട്ടോ. മഴയൊക്കെ കൊള്ളുന്നത് കൊണ്ടും വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. പുറകിലൊരു ഓടിട്ട് അത് കാണുന്നില്ല, അതായിരുന്നു കൂടെ. അവിടെ നിന്നായിരുന്നു അച്ഛമ്മ ലീലാമ്മയും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ പിറ്റേത് ദിവസമാണ് കേട്ടോ. ഈ സാധന കമ്പിയും ഈ നെറ്റൊക്കെ ഇറക്കിയത് എന്തിനാന്ന് വെച്ചാൽ വെഹിക്കിളിൻ്റെ ആ വർക്ക് ഏരിയയ്ക്ക് ഗ്രില്ലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കൂടയില്ലേ ഫുഡ് ഉണ്ടാക്കുന്ന ആ കൂട നമ്മൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ കൂടി പോയപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട ഇതാ പൊളിച്ച് മാറ്റിയ സ്ഥലമാണിത്. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കണം. നമ്മളെ കുഴാട്ട് ഗേട്ടൊക്കെ പണിത ആ ഒരു റൂമാണ്. അങ്ങനെ ഇതാ ടൈലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പല ദിവസങ്ങളിലെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒരാഴ്ചയോ അല്ല, ഒരു മാസത്തെ വീഡിയോ ആണ്. അങ്ങനെ ടൈലിൻ്റെ പണി അവർ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇരുത്തി വേണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഇരുത്തിയും കൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ടൈലിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സിങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ വേറെ ഒരു സിങ്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാത്റൂം നമ്മൾ ഈ ടോയ്ലറ്റ് നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുക്കളയിൽ തട്ടിൻ്റെയും അടുപ്പിൻ്റെയും ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലംബിങ്ങിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അച്ചമ്മക്കൊക്കെ വയ്യാത്തല്ലേ, അപ്പോൾ അതും തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇറയത്ത് തട്ട് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടെ ഇരുന്ന് റോട്ടിൽ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെ നോക്കാം, കുറ്റം പറയാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതാണ് മുറ്റം. മുറ്റമൊക്കെ നമ്മൾ നേരത്തെ പരത്തി കിടിലനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല സ്പേസ് ഉണ്ട് ഇപ്പം കാണാനായിട്ട്. ആദ്യമൊക്കെ ചെറിയൊരു പോർഷൻ, ഒരു കഷ്ണം സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം തട്ടിപ്പൊത്തിയൊക്കെ നോക്കുമ്പോൾ സ്ഥലമൊക്കെ നീക്കം ചെയ്ത് എല്ലാം മുറ്റമൊക്കെ റെഡിയാക്കി നോക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് തന്നെയാണ് കിണർ പണ്ടത്തെ കിണറാണ് കേട്ടോ. ഇതൊക്കെ ഓർമ്മ വെച്ച മുതൽ ഈ കിണറുണ്ട്. ഈ കിണറിൽ നിന്ന് വെള്ളം വലിച്ചിട്ട് എത്ര അടി വാങ്ങി കെട്ടിയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ മുറ്റം മൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കഥ പറയുന്നത് വെച്ചാൽ പണ്ടൊരു വലിയ തറവാട് പോലത്തെ വീടായിരുന്നു. ഞാനൊക്കെ ജനിച്ച സമയത്ത് നിരാപ്പലയൊക്കെയുള്ള ഒരു പീടിയായിരുന്നു. ചായയും കടിയൊക്കെയുള്ള ഒരു പീടിയ കച്ചവടം നടത്തുന്നത്. അങ്ങനെ നമ്മളെ പീടിയെന്നാണ് ഈ വീട്ടിന് നമ്മൾ പറയാം. അപ്പോൾ അമ്മയൊക്കെ ചോദിച്ചാൽ പീടിയെ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ ലീലാമ്മേൻ്റെ അച്ഛമ്മേൻ്റെ അടുത്തും പോകുക എന്നാണ് നമ്മൾ പറയാം. നമ്മൾ പീടിയെ പോക്കാന്ന് പറയുമ്പോൾ സാധാരണ കടയിൽ പോക്കാന്ന് പറയില്ല, അതുപോലെയാണ് കേട്ടോ. പണ്ട് മുതലേ പീടിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പീടിയ തന്നെയാണ് നമുക്ക്. അപ്പോൾ അതൊരു രസമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ അത്യാവശ്യം പണികളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വയറിങ് അല്ല, ഇത് ഗ്രില്ലിൻ്റെ പണിയാണ്, അത് എടുക്കുന്നുണ്ട്. നമ്മൾ ക്ലോസറ്റും പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിലും പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സാധനമൊക്കെ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടൊരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വീട് ഇപ്പോൾ ഇങ്ങനെയാകുന്നത്. അത്ര വരെ ആ വീട് വാർത്ത മാത്രം ഇട്ട് വെച്ച വീടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഗണപതി ഹോമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എല്ലാവരും പോയിട്ടുണ്ട്, ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങ് കാണുന്ന ആ ഒരു വെളിച്ചമില്ലേ, അതാണ് കേട്ടോ വീട് വരുന്നത്. ക്ലിയറൊന്നുമില്ല രാത്രി ആയതുകൊണ്ട്. ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് കേട്ടോ നമ്മൾ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്.
അങ്ങനെ ഗൈസ് ഈ ഒരു ദിവസം ഉണ്ടല്ലോ നമ്മളെ ഭയങ്കര സന്തോഷത്തിലൊരു ദിവസമാണ്. സത്യത്തിൽ ഞാൻ വരുമ്പോഴേക്ക് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ട്, എന്നാലും സാറിലായി. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടാലും മതി. അങ്ങനെ ഇതാ പ്രസാദമായിട്ടുള്ള കറുപ്പും ചന്ദനമൊക്കെ തൊടുവാണ് കേട്ടോ. ഈ രണ്ട് സാധനം തൊടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കാണിച്ച ഈ വിളക്കുണ്ടല്ലോ, വിളക്ക് നാളെ നമ്മൾ പാല് കാച്ചുന്ന ടൈം വരെ കെടാണ്ടിരിക്കണം. പിന്നെ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കറുപ്പും ഇതൊക്കെ തൊട്ട് ആ ഇരുത്തിയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വായിൽ നോക്കിയിട്ട് ഇരിക്കാന്ന്, അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ പിള്ളേരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് വെറുതെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഷോ ആണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. നമ്മളെ വീട്ടിൽ കൂടുതൽ നടത്തുകയെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, ഞാനൊക്കെ ജനിച്ച് വളർന്ന ഒരു വീടാണ് കേട്ടോ ഈ ഒരു വീട് എന്ന് പറയുന്നത്. അതായത് പുതിയ വീട്, പഴയ വീടാണ് നമ്മൾ ജനിച്ച് വളർന്നത്, ഇതിപ്പോൾ പുതിയ വീടെടുത്തത്. ഒത്തിരി ഈ ഒരു സംഭവം നമുക്ക് രാവിലെ മാറ്റാൻ പറ്റുള്ളൂ. വിളക്കും നമ്മൾ രാവിലെ ഇതില്ലാത്തതാണ് തീയെടുത്ത് നമ്മൾ അടുപ്പ് കത്തിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ചാറൊക്കെ തിന്നാണ്. ഫുഡ് കഴിച്ചു നമ്മൾ, എന്നിട്ട് അച്ചാറൊക്കെ തിന്നാണ്. പിന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഓരോരുത്തർ പാട്ടൊക്കെ കേൾക്കുന്ന ആ ഒരു വൈബിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു, നാട്ടിലെ ഏട്ടന്മാരും അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒത്തിരി രാത്രിയായി കേട്ടോ, ഒരു 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അവിടുന്ന് ഏട്ടന്മാർ പാട്ട് പാടുന്നൊക്കെ കേൾക്കുക. ആരെയും കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ പാട്ട് വെച്ചിട്ട് തുള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയിപ്പോയത്. ഗൈസ്, അപ്പോൾ ഇതാ വീട്ടിക്കൂടലിൻ്റെ അന്നത്തെ ദിവസമാണ്. ഞാനിങ്ങനെ ഒരു സൽവാറാണ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഫേസ് മറ്റേ ഇതെന്തെന്നോ സൺസ്ക്രീമും കൂടി ഇട്ടിട്ടുണ്ട്, ഉണങ്ങാൻ വെച്ചതാണ്. അപ്പം നമുക്ക് വേഗം റെഡിയാക്കാം. ഇനിയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്, തിരക്കും മഴയും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ മുടിയൊക്കെ എടുത്ത് മുകളിലേക്ക് കെട്ടിയതാണ് ഒരു ആശ്വാസം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നത് ടാറ്റാ.